ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് അല്ല, ഇത് ഗുഡ് ആഫ്റ്റർനൂൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ഞാൻ വരാന്തയിലാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കുറച്ച് വെയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കണ്ണിലോട്ടടിക്കുന്നുണ്ട്. ഇങ്ങനെ നിന്നാലോ, ഇങ്ങനെ തന്നെ നിൽക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒന്ന് ക്ലീനിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ക്ലീനിങ് ഡേ ആണിന്ന്, ക്ലീനിങ് ഡേ. കാരണം ഇതിൻ്റെ ബാക്ക് വശം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ബാക്ക് വശത്ത് അനിയൻ കൊണ്ടുവന്ന് ഈ അക്വേറിയവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മീനുണ്ട്, ചിലതിൽ മീനുണ്ട്, ചിലതിൽ മീനില്ല. അപ്പോൾ മഴക്കാലം തുടങ്ങണേക്ക് മുമ്പ് നമുക്കത് ക്ലീൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മഴ വരുമ്പോഴേക്കും നല്ല രീതിയിൽ കൊതുകൊക്കെ മുട്ടയിട്ട് വളരെയധികം ശോകമാവും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫോൺ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. തെത്തിരു ശിശിര മണി. അപ്പം ഞാൻ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിറച്ച് എന്താ പറയുക, കുറേ ബോക്സൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതിൽ ചിലതിൽ മീനുണ്ട്, ചിലതിൽ മീനില്ല. എൻ്റെ അനിയൻ്റെ ഓരോ സമയത്ത് ഓരോ തോന്നലിന് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്കാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതിൽ വെള്ളമാണ്. ഇവിടെ നിന്നാണ് നമ്മളുടെ മുകളിലത്തെ ടാങ്കിലോട്ടൊക്കെ വെള്ളം പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലീനിങ് പരിപാടി എത്രയും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഇപ്പോഴല്ല നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം, 2-3 മണിക്കൂറിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം. നമുക്കൊന്ന് പുറത്ത് പോകേണ്ടതുണ്ട്. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് റെഡി ആയിട്ട് വരട്ടെ. അന്ന് ഞാൻ പറഞ്ഞില്ലേ ബാങ്കിലും അക്ഷയയിലും ഒക്കെ പോയിന്ന്. അത് കുറച്ച് മാത്രമേ നടന്നുള്ളൂ. ബാങ്കിൽ അത്രയും കയറാൻ പറ്റുള്ളൂ, അക്ഷയ കയറാൻ പറ്റില്ല. നമുക്കിപ്പോൾ അക്ഷയയിലൊക്കെ പോയിട്ട് ഒന്ന് വരാം. കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് റെഡിയൊക്കെ ആയി അക്ഷയയിൽ പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ് കേട്ടോ. ഓക്കെ, അക്ഷയയിൽ പോകാനായിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്നത്തേലും പോലെ തന്നെ നല്ല ചൂടുണ്ട്. കുടയുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്താ അക്ഷയയിലാണോ ഞാൻ കിടന്നുറങ്ങണേന്ന്. ഇന്നലെ അക്ഷയ പോയി, ഇന്നും അക്ഷയ പോകുന്നു. പോകുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ ഒരു ദിവസമൊന്നും പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല കേട്ടോ. ഒരു 3 ദിവസമെങ്കിലും അവിടെ കയറി ഇറങ്ങേണ്ടി വരും. ഒന്നാമത് സൈറ്റ് ജാമ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. നമുക്ക് വേഗം പോയി വേഗം വരാമെന്ന് വിചാരിക്കുന്നു. വെയിലിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് ഫോണിൽ എനിക്കൊന്നും കാണാൻ പറ്റാണ്ട് ഇരുട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്യണേ. വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു കൊമ്പ് പറിക്കണം എന്ന് ഞാനും അമ്മയും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ ഇതിങ്ങനെ നിൽക്കണം കാണാനായിട്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഇങ്ങനെ കടലാസ് പൂ വെച്ച് പിടിപ്പിക്കണം എന്നുണ്ട്. നമുക്ക് ഇടവഴി കയറി പോകാം. നമുക്ക് ശരിക്കും പോകേണ്ടത് ഒരു പാലം കയറിയിട്ടൊക്കെയാണ് കേട്ടോ. ഈ പാലം കയറി വേണം നമുക്ക് മെയിൻ റോഡ് എത്താനായിട്ട്. അവിടെ നിന്ന് വേണം നമുക്ക് വാച്ചാക്കലോട്ട് പോകാൻ. നമ്മൾ വാച്ചാക്കലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അവിടെയാണ് ഈ അക്ഷയ എന്ന് പറയുന്ന സെൻറ്റർ. ഇപ്പം ഞാൻ ഈ ഇടവഴി കയറിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് ഇടവഴി. ഓരോ നാട്ടിലും കാണില്ലേ ഒരു സ്ഥലത്തോട്ട് പോകാൻ പല വഴികൾ. അങ്ങനെയുള്ളൊരു വഴിയാണ് ഇത്. ഇതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തും. പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെയിൽ കുറവായിരിക്കും. ഇതാണ് നമ്മുടെ അക്ഷയ സെൻറ്റർ. അങ്ങനെ അവിടെ എത്തി. ആ ചേച്ചി നമ്മുടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചാലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഒരു സമയം 1:45 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ എത്താറായി. നമ്മൾ വീടിൻ്റെ വഴി കയറി. ഭാഗ്യത്തിന് ഇന്ന് കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ കുളത്തി ചാടി പോലെ ഉണ്ട്. ആക്ച്വലി ഇത് നനഞ്ഞ് വേർതിരിക്കുവാണ് കേട്ടോ. ആ, ഇവിടെ നിന്ന് ഒരു ഏകദേശം നടന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് നടക്കാനാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോയത്. പക്ഷേ ഈ വെയിലത്ത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെ നമ്മുടെ വീടെത്തി. ഒരു സമാധാനം ഇവിടെ വന്ന് കയറിയപ്പോൾ. പിന്നെ വന്നു കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ നേരെ കയറി കിടന്നു. കുറച്ച് നേരം അങ്ങോട്ട് കിടക്കുക. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3-3:30 ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷയ പോയി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സാവധാനം ക്ലീനിങ്ങിലേക്ക് കിടക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ റൂമാണ്. ഈ ഒരു ജനലിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് ശരിക്കും ആ ഒരു ബോക്സ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ റൂമിൻ്റെ ജനാല തുറക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ജനാല തുറക്കുമ്പോൾ കുറച്ചും കൂടിയും ഒരു പോസിറ്റീവായിട്ടുള്ള വ്യൂ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡും ഒന്ന് കുറച്ച് ഓക്കെ ആവുമല്ലോ. കാരണം ഞാൻ എപ്പോഴും വീട്ടിൽ വരുമ്പോൾ ഈ റൂമിൽ തന്നെയാണ് മിക്ക ടൈമിലും. അതായത് വേറെ
വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പൂക്കളും നല്ല സ്കൈയും ഒക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, എന്നെ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് മെനയാക്കാം എന്ന് വിചാരിക്കുന്നത്. അവിടെ നമ്മുടെ ഡോൺ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സംസാരമൊക്കെ കേട്ട് ആൾ ശ്രദ്ധിക്കുന്നുണ്ട്, ചെവി കൂർപ്പിക്കുന്നുണ്ട്. ആരായി വന്നേക്കണത്? നിന്നെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായോ? നിന്നെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. എന്നെക്കുറിച്ച് പറയണത് എനിക്കും കേൾക്കണം എന്നുള്ള ഭാവത്തോടു കൂടിയാണ് അവൻ അവിടെ നിന്ന് ഓടി വന്നത് ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ അവനെ കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ ഇരുന്നു. നമുക്ക് ഇന്നൊരു സംഭവം ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പാലട ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നല്ല പാലട ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂര്യ ടി വിയിൽ ഇതിഹാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മുടെ കശുവണ്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഇതിൽ പാലടയാണ്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഫസ്റ്റ് ഞാനൊന്ന് കൈ പോയി കഴുകിയിട്ട് വരട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പായസം വെക്കാൻ പോകുന്നത്. ഒരു പായസവും ഞാൻ ഇന്നവരെ വെച്ചിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു പാലടയിൽ നിന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പാലട വളരെ എളുപ്പമാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. ഇതിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാനാണ് കേട്ടോ, അട വേവിക്കാനായിട്ട്. ഞാൻ റെസിപ്പിയും കാര്യങ്ങളും അങ്ങനെ പറയുന്നില്ല. കാര്യമായിട്ട് പാല് നമ്മൾ തിളപ്പിക്കാൻ പോവാണ്. പാല് തിളക്കുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ഒരു വിഷമം കേട്ടിട്ട് വാ. ഇന്നലെ രാത്രി ഞാൻ ഒരു വീഡിയോ ഇന്നെടുക്കണം എന്നൊക്കെ ആലോചിക്കണമായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കണ്ടൻറ്റും ഇല്ല കഴിച്ചിടാനായിട്ട്. കാരണം വീട്ടിലായതുകൊണ്ടായിരിക്കാം. കാരണം എനിക്ക് പുറത്തോട്ട് എന്താ പറയുക പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഈ അക്ഷയ പോക്കും ബാങ്കിൽ പോക്കും ഒക്കെ അല്ലാണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് എവിടെയും പുറത്തൊന്നും പോകാറില്ല. പിന്നെ നമ്മൾക്ക് എല്ലാവരും ഭയങ്കര ബിസിയാണ്. കസിൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര ബിസിയാണ്. പിന്നെ വീട്ടിൽ പോകാൻ പറ്റിയൊരു സാഹചര്യവും അല്ല ഇപ്പോൾ. വീട്ടിൽ നിന്ന് പുറത്ത് ട്രിപ്പൊക്കെ പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടൻറ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലട പായസം ഇന്ന് രാവിലെ വന്ന ഒരു കണ്ടൻറ്റാണ് കേട്ടോ. അത് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അത് ഉണ്ടാക്കുന്നു. പിന്നെ ക്ലീനിങ് ചെയ്യാം. എന്തായാലും ആ ഭാഗം ഞാൻ ക്ലീൻ ആക്കും, പക്ഷേ കടലാസ് പോവും. കുറേ നേരമല്ലേ ഞാൻ ഈ കടലാസ് പൂ പറഞ്ഞുകൊണ്ടിരിക്കണേ. ശരി, അത് പറയണ്ട. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളമല്ലട്ട തിളച്ചത്, പാലാണ്. അപ്പോൾ പാല് തിളക്കുന്നുണ്ട്. അതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ റെസിപ്പി കാര്യമായിട്ട് പറയുന്നില്ല, കാരണം വളരെ നല്ല രീതിയിൽ റെസിപ്പി പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ കേൾക്കുന്നതായിരിക്കും നല്ലത്, പായസം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കടലാസ് പൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഞാൻ അക്ഷയയിൽ പോയി വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു കൊമ്പുണ്ടായിരുന്നു. ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ ആ മതിലിൻ്റെ അവിടെ നിന്ന് പൊട്ടിച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മതിലിൻ്റെ അവിടെ നിന്ന് ഞാനും അമ്മയും കൂടിയും പ്ലാൻ ചെയ്തിട്ടുണ്ടൊരു കൊമ്പ് പൊട്ടിക്കുന്ന കാര്യമെന്ന്. അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നടണം. നമ്മുടെ പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. അപ്പം ഞാൻ അമ്മക്കാണ് ആദ്യം കൊടുത്തത്. അപ്പം അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കി. അഭിപ്രായം പറയുന്നത് പിടിക്കാനായിട്ട് പറ്റിയില്ല. അമ്മ പറഞ്ഞത് പാല് കുറച്ചും കൂടി തിളച്ചിട്ട് അടയിട്ടാൽ മതിയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനും കുടിച്ചു. ആദ്യത്തെ ആ ഒരു സ്ട്രിപ്പിൽ തന്നെ അണ്ടകടാഹം വരെയും പൊള്ളിപ്പോയി പണ്ടാറും. നല്ല ചൂടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മധുരം കുറവുള്ള പോലെ തോന്നി കേട്ടോ. മധുരം കുറവുള്ളത് നല്ലതാണ്, കാരണം അധികം മധുരം നമ്മളുടെ ശരീരത്തിന് നല്ലതല്ലല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ പായസം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ക്ലീൻ ചെയ്യണം, അതാണ് അടുത്തത്. നമ്മൾ ഉടനെ തന്നെ ക്ലീൻ ചെയ്തിടണം. അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മടിയാവും കേട്ടോ. ഇപ്പോൾ സമയം രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടോ. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ കുറച്ച് നേരം തെരപ്പര അങ്ങാടും ഇങ്ങാടും നടക്കാം, ടി വി കാണാം, ഫോണിൽ കുത്താം. അതിനുശേഷം നന്നായിട്ട് കിടന്നുറങ്ങാം. നാളെ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കാറ്റ് വരുന്നുണ്ട്, അതാണ് ഞാൻ ഈ മുകളിലോട്ട് നോക്കിയിട്ടോ. കാറ്റ് വരുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. രാത്രി ഇവിടെ ഇപ്പം മിക്കപ്പോഴും കാറ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം. കാരണം ഞങ്ങൾക്ക് ജൂണിൽ എക്സാം ഉണ്ടാവും എന്ന് ഞാൻ ഇന്നലെ മിസ്സിനോട് മെസ്സേജ് ഇട്ടായിരുന്നു. മിസ് എന്നാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത്. 4th സെമസ്റ്ററിൽ എക്സാം നടന്നിട്ടില്ല. അപ്പോൾ അത് മെയിലായിരിക്കുമോ ജൂണിലായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട്. മെയിലാവരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ മെസ്സേജ് ഇട്ടത്. കാരണം ഞാൻ ബുക്ക് പോലും തുറന്നു നോക്കിയിട്ടില്ല. മെയിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടപടലം. അതുകൊണ്ട് തന്നെ ഞാൻ ജൂണിലായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മിസ് പറഞ്ഞു ജൂൺ 1st വീക്ക് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നാളെ തുടങ്ങി പഠിച്ചു തുടങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ
സെമ്മിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അപ്പോൾ നമ്മളൊരു ടൈം ടേബിളൊക്കെ ഇട്ട്, അതായത് ഒരു ഇത്ര അവർ നമ്മൾ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്, ബാക്കി അവർ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ കണ്ടൻറ്റ് മേക്കിങ്ങിനും വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. എൻ്റെ വോയിസ് കുറച്ച് കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം രാത്രി ആയതുകൊണ്ടേ ഞാൻ കുറച്ച് പയ്യാണ് പറയുന്നത്. അച്ഛൻ ഉറങ്ങുന്നുണ്ട്, അച്ഛൻ ഹാളിൽ കിടന്നാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പയ്യാണ് സംസാരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈ വരാന്തയിൽ ഈ രാത്രി നോക്കി ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഈ സ്കൈ ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ക്ലീനിങ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ നടന്നില്ല എന്നുള്ളത് ഞാൻ നിങ്ങളോട് വേദനപൂർവ്വം അറിയിക്കുകയാണ്. നമുക്ക് നാളെ ക്ലീനൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. താങ്ക് യു.